കേരളത്തിലെ ലിറ്ററസി റേറ്റ് 96% ആണെന്ന് പറയുന്നത്. പക്ഷേ ഈ 96%ഉം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് പോയിട്ട് ഒരു രൂപ പോലും സമ്പാദിക്കാത്ത സ്ത്രീകളെ എനിക്കറിയാം. ഇവരുടെയൊക്കെ ഉള്ളിൽ ചാട്ടവാർ അടിച്ച് രേഖപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ജോലി വേണ്ട, കുട്ടികളായാൽ പിന്നെ സമയമില്ല, പിന്നെന്താ ഭർത്താവ് നോക്കൂലേ? എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്തിനാ ജോലി? ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, പിന്നെ എവിടെ നിനക്ക് പോകണമെന്ന് വെച്ചാൽ ഇന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലും നിന്നെ കൊണ്ടുപോകുന്നില്ലേ? എനിക്ക് എന്തിൻ്റെ കുറവാ? ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മുതിർന്നവർ നമ്മളോട് പറയുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരാള് പറഞ്ഞു വെച്ചിട്ട് പോയതാ. പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ചെറുപ്പത്തിൽ പിതാവും, യൗവനത്തിൽ ഭർത്താവും, വാർദ്ധക്യത്തിൽ പുത്രന്മാരും, ഇവരൊക്കെ ആശ്രയിച്ച് നിന്നോളുന്ന സ്ത്രീകള്. ഇവർ പണ്ടേ തീരുമാനിച്ചങ്ങ് വെച്ചതാ. അതുകൊണ്ട് നിനക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലെ, നിനക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യം സ്ത്രീകൾക്ക് വരുന്നേ ഇല്ല. അവരുടെ ഭാഷയിൽ ഏത് കാര്യത്തിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി മൊത്തം ആയാണോ ചില്ലറ ആയാണോ അതും പറഞ്ഞിട്ടില്ല. ഇനി അതേത് രീതിയിലായാലും നിവർന്നു നിന്ന് നമ്മൾ പറയും അയാൾ പറഞ്ഞത് തീർത്തും തെറ്റാണ് എന്ന്, അല്ലേ? അത് നമുക്ക് പറഞ്ഞെടുക്കണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താവണം? സ്വയം സ്വതന്ത്രയാവണം. ഈ സ്വയം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവരേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലാണ്. ശരിക്കും നമ്മൾ സ്ത്രീകൾ എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ത്രീകൾ എന്നല്ല 100% സ്ത്രീകളും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണോ? ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്നൊരു ആവശ്യം, ഒരു എമർജൻസി, നമുക്കൊരു 10,000 രൂപേന്റെ ആവശ്യമുണ്ട്, എടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അന്തം വിട്ട് ചുറ്റിലും നോക്കും. ചിലപ്പോൾ അച്ഛനെ നോക്കും, അല്ലെ ഭർത്താവിനെ നോക്കും, അതുപോലെ മക്കളെ നോക്കും, അല്ലേ? വീട്ടു ചെലവുകൾ കഴിഞ്ഞ്, ഇനിയിപ്പോൾ ജോലി ഉള്ളവരാണെങ്കിൽ ആയിക്കോട്ടെ, വീട്ടു ചെലവുകളും മറ്റുള്ള കാര്യങ്ങളും കഴിഞ്ഞ് ഒരു തുച്ഛമായ തുകയെങ്കിലും എൻ്റേതെന്ന് പറഞ്ഞ് കയ്യിൽ വെക്കാൻ നമ്മുടെ ആരുടെയും കയ്യിലുണ്ടോ? ഇല്ല. അതും ഒരു വിഷയമാണ്. സ്വന്തമായി ഒരു ഇഷ്ടം അല്ലെ ഒരു സ്വപ്നം സാധിച്ചെടുക്കാൻ ആരോടും ചോദിക്കാതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആഗ്രഹിക്കും പോലെ പെട്ടെന്നൊരു ദിക്കിൽ പോകാനോ, ഒരു കാര്യം നേടിയെടുക്കാനോ, ലൈഫ് എൻജോയ് ചെയ്യാനോ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ എവിടം വെച്ച് പറ്റുന്നോ അവിടെയാണ് ഒരു സ്ത്രീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുന്നത്. പൊതുവായൊരു കാര്യം പറയാം, വീട്ടിൽ നിന്ന് ആൺകുട്ടികളെയും പഠിപ്പിക്കും, പെൺകുട്ടികളെയും പഠിപ്പിക്കും. ആൺകുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് ജോലി ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനാണ്. അത് അവരോട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പെൺകുട്ടികൾ പഠിക്കുന്നത് അവർക്ക് നല്ലൊരു ആശ്രയത്വം കണ്ടുപിടിക്കാനാണ്. അവരെന്നും ഇത്തിൽ കണ്ണിയാക്കി വെക്കാൻ വേണ്ടിയാണ്. അതാ എനിക്ക് പറയാനുള്ളത്. ഇത്തിൽ കണ്ണി, സ്വയം നിൽക്കാനുള്ള ഒരു കെൽപ്പും കൊടുക്കാതെ അവർക്ക് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി, നല്ല കുടുംബം കിട്ടാൻ വേണ്ടി. അല്ലാതെ എവിടെയും നിങ്ങൾ പഠിച്ച് വളർന്ന് സമ്പാദിക്കുമെന്ന് ഒരു പെൺകുട്ടികളോട്, ഒരു സ്ത്രീകളോട് അവർ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ അതിനുവേണ്ടി തുനിഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പ് നോക്കിയ എന്തിന്റെ കുറവാക്ക്? ഇതാ ചോദിക്കുക, വീട്ടിൽ തിന്നാനില്ലേ? ഇതാണ് പൊതുവേ സ്ത്രീകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ അവിടെയാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത കിടന്നങ്ങ് വിലസുന്നത്. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇതേ സാഹചര്യത്തിന് വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ഹി ബ്രഹ്മ. ഇതെന്തിനാ ഈ രണ്ടാളും ഒരേ സമയത്ത് ഈ ഒരു തലയും പാലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് മനസ്സിലായിട്ടില്ല. സ്ത്രീ ശക്തിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്ത്രീ ശക്തി നേടിയെടുക്കണ്ടെങ്കിൽ അവൾ സാമ്പത്തികമായി സ്വതന്ത്രയാവണം, അല്ലേ? സാമ്പത്തികമായ സ്വാതന്ത്ര്യം എഡ്യൂക്കേഷനിൽ മാത്രം വരുന്നതല്ല. വിദ്യാഭ്യാസം നമുക്ക് അറിവ് തരുന്നുണ്ട്, പക്ഷേ നമുക്ക് ശബ്ദം തരുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെയാണ്. നമുക്കെതിരെ ഒരാൾ വിരൽ ചൂണ്ടാൻ മടിക്കും. നമ്മൾ സാമ്പത്തികമായി സ്വതന്ത്രയാണെന്നുള്ള ബോധം എതിരെ നിൽക്കുന്ന അയാൾക്കുണ്ടെങ്കിൽ, ഈ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലായ്മ എഡ്യൂക്കേഷന്റെ ഫെയിലിയർ അല്ല, സമൂഹത്തിലെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ്. സമ്പാദിക്കാനല്ല നമ്മളെ പഠിപ്പിച്ചത്, ആശ്രയിക്കാനാണ് പഠിപ്പിച്ചത്. എത്ര ഭംഗിയായി മറ്റുള്ളവനെ ആശ്രയിക്കാം എന്നാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ഹി ബ്രഹ്മാണ്, സ്ത്രീ ശക്തിയാണെന്നാണ് പറഞ്ഞത്. ആ ശക്തിയെ ഊതി തെളിയിച്ചു കൊണ്ടുവരണ്ടെങ്കിൽ അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിലൂടെ മാത്രമേ സാധിക്കൂ. നമ്മൾ എല്ലാ സങ്കടങ്ങളും തരണം ചെയ്ത് നിൽക്കുന്നതും പലപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഫിനാൻഷ്യലി നമ്മുടെ കയ്യിൽ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കും. നമുക്ക് പറ്റും. നമ്മുടെ സ്വപ്നങ്ങൾ അത് കാണുന്ന നിമിഷം തന്നെ നേടിയെടുക്കാനും നമ്മളെ കൊണ്ട് പറ്റും. ഓരോ സ്ത്രീയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ആ സ്ത്രീക്ക് മാത്രമല്ല മാറ്റം, അവരുടെ അടുത്ത തലമുറയും അഭിവൃദ്ധിയിലേക്കായിരിക്കും യാത്ര. ആരും കാണാതെ, ആരും പറയാതെ, ആരെയും ആശ്രയിക്കാതെ ഒരു കുടുംബത്തിലെ സ്ത്രീ സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കുടുംബത്തിന്റെ ഓരോ നിമിഷങ്ങളും മാറുന്നത്. ഇനി നിങ്ങളുടെ കുടുംബത്തിന്റെ നിമിഷങ്ങളും മാറാനുള്ളതാകട്ടെ.